രണ്ടു വാക്ക് മതിയോ? കഴിഞ്ഞില്ലേ? രണ്ടു വാക്ക് കഴിഞ്ഞില്ലേ? അപ്പൊ എന്താ കേസ് എന്താ പറഞ്ഞാൽ എന്താ അതിക്രമം അല്ലെ? അതിക്രമമുള്ളവരും ഇതിലുണ്ടോ എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും അറിയാത്ത അതിക്രമങ്ങൾ ഉണ്ടെങ്കിൽ മാഡത്തിന് ബന്ധപ്പെട്ട മതി നിയമപരമായിട്ട് നേരിടാൻ. അതല്ല ഈ സ്വകാര്യത്തിൽ രണ്ട് ഇടിയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചെക്കന്മാരോട് പറഞ്ഞു അല്ലേ? ഇനി പറയാൻ പറ്റാത്ത കേസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ രണ്ട് ഇടിയൊക്കെ കൊടുക്കേണ്ട കേസ് ആണെങ്കിൽ അതെ, അതും എനിക്കറിയാം. അപ്പൊ എനിക്കിതിൽ പറയാനുള്ള കാര്യം എന്താണോ, ഞാനെപ്പോഴും എല്ലായിടത്തും പറഞ്ഞൊരു സംഗതിയാണ്. ഞാൻ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ആന, കുതിര, ഓഫ് റോഡ് ഒക്കെ അവിടെ ഇവിടെ കൈയും കാലും കൊടുക്കേണ്ട പണിയാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പൊ കുറെ ആളുകൾക്ക് പ്രാർത്ഥന ഉണ്ട്. ഇത് നമ്മളെ വീഡിയോകളൊക്കെ ഇങ്ങനെ വൈറലാകുമ്പോഴും നമ്മളിങ്ങനെ കയറി കയറി പോകുമ്പോഴേ എങ്ങനെയാണ് പൊട്ടി കാണണം, അല്ലെങ്കിൽ അതായത് ഇന്ന ആന കുത്തി കൊല്ലണം, അങ്ങനെയൊക്കെ പറയേണ്ടവരുണ്ട്. അല്ല അപ്പൊ പറയണ്ടേക്ക്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം എന്താ പറയുക, ആ മോഹങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. കാരണം എനിക്ക് ഒരുപാട് അമ്മമാരെ പ്രാർത്ഥന ഉണ്ട്. അതായത് പൈസ കൊടുത്താൽ കിട്ടാത്ത സാധനമാണ് സ്നേഹവും പ്രാർത്ഥനയും. പ്രാർത്ഥന കിട്ടാനുള്ള ചില്ലറ കാര്യമില്ല, നമ്മൾ പറയാതെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനിപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ എല്ലാവരോടും പറയുന്നത്. ഒന്ന് എൻ്റെ താൽക്കാലികളെ പ്രാർത്ഥനയും പിന്നെ നമ്മളെ അമ്മമാരെ പ്രാർത്ഥനയാണ് എൻ്റെ വിജയം അല്ലേ? അപ്പോൾ കൂടുതലും അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കടിച്ചിനതായി വേറൊന്നും ഇന്നലെ കൊടുത്ത് നമ്മളെ ചെക്കനെ തന്നെ കടിച്ചു. പുതിയ ഒന്ന് കടിച്ചു. നമ്മള് മിനിറ്റ് കൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ. അപ്പോ പിന്നെ നിങ്ങൾക്ക് ഞാൻ വരുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ എനിക്കറിയാം, അതുകൊണ്ടതാ. അപ്പൊ എന്നെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ ഫ്ലൈറ്റിൽ എപ്പോഴാണ് കയറുന്ന നിൽക്കാം അല്ലേ? അല്ല അതല്ലേ? അപ്പൊ അത് അടുത്ത മാസം നമുക്ക് എല്ലാവർക്കും കൂടി പറ്റുന്നൊരു ഡേറ്റ് നോക്കിയിട്ട് നമുക്ക് അത് ട്രാവൽസിന് കൊടുത്തിട്ട് നമുക്ക് പോവാം. അടുത്ത മാസം തന്നെ പോവാം. പിന്നെ മായ പറഞ്ഞോട്ടെ, അതുണ്ടാവില്ല. അപ്പൊ അല്ല ഞങ്ങള് അതൊക്കെ ഞങ്ങൾ സർപ്രൈസാണ്. ഞങ്ങള് നിന്ന് നിപ്പിൽ പോയി. അതൊന്നും പറയില്ല. അത് ഞാൻ ഇവരോട് ടൂർ പോവെല്ലാം ചോദിച്ചപ്പോ ഇപ്പൊ പോയാലോന്നാ ചോദിച്ചത്. അതായത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളും. ഞാൻ ആനെ കൊണ്ട് പറഞ്ഞ മാതിരി ആനക്ക് 5 വയസ്സായ കുട്ടികൾ ബുദ്ധിയുള്ളൂ. അതുപോലെ തന്നെ വരിക്കും വിചാരിച്ച അപ്പൊ നടക്കണം. അപ്പോ പിന്നെ ഞങ്ങൾ അന്ന് പോയപ്പോഴാണ് ഞങ്ങളൊക്കെ വെയിൽ കൊണ്ട് ബീച്ചിൽ നിന്ന് ഞങ്ങളൊക്കെ ക്ഷീണിച്ചു. ഇവരൊക്കെ കടലിൽ മറ്റേ പൈക്കുട്ടികളെ അയച്ചുവിട്ട മാതിരി ഒരു ഓടുകയാണ് കടലില്. അല്ലേ? എനിക്ക് പിന്നെ ഒരു പേടി. കാരണം പോലെ ഞാൻ പിന്നെ കൂടെ അടക്കിയിരുന്നു. കാരണം ഇവര് കടലിലേക്ക് ചാടുകയാണ്. അതായത് ടീമാണ്. അപ്പോ ഇവിടെ അതിക്രമത്തിന്റെ ഇതൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഏതായാലും ഞാൻ ഇന്ന് നമ്മളെ അമ്മമാരുടെ പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഞാനിന്ന് കോഴിക്കോട് ഞങ്ങൾക്ക് പരിപാടികളുണ്ട്. അപ്പൊ ഞാനൊരു സ്വകാര്യത്തിലും ഉണ്ടാതെ വരാനുള്ള പരിപാടിയായിരുന്നു. അത് ചെറുമാനെ ഇപ്പൊ ജീപ്പ് കൊടുത്തിട്ടു. അപ്പൊ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം. ഒരു ദിവസം നിങ്ങള് കാവേരിന്റെ അടുത്തേക്ക് ഒന്ന് അങ്ങോട്ട് വരികയാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഞാനും കാവേരി ഇങ്ങോട്ട് വരും. നിങ്ങൾ അങ്ങോട്ട് വരും. അപ്പൊ അല്ല അത് മാത്രമല്ല, വീട്ടില് വലിയൊക്കെ ചോദിച്ചു. നിങ്ങൾ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് വരാം. അപ്പോ ഞാൻ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഇവിടെ പാടാനൊക്കെ മുട്ടി അവിടെ നമ്മളെ മെയിൻ ഗായകി പാടാനൊക്കെ മുട്ടി വെച്ചേക്കണം. പിന്നെ നമ്മളെ അവിടെ ഇല്ലേ അമ്മിണി. അല്ല അമ്മിനല്ല, അമ്മിണി ഉണ്ട്. അതിന് നേരെ മുമ്പില് ഇതവരൊക്കെ ഉണ്ട്. മുമ്പത്തേരാണ് ഏറ്റവും പ്രായം കുറവുണ്ട്. മുമ്പത്തേർക്ക് ഭയങ്കര കുറവാണ്. പിന്നെ നമ്മുടെ ഒരു കുറവുള്ളതാണ്. കണ്ടോ ഇപ്പോഴും. അപ്പൊ എല്ലാം അമ്മയാവതില്ലേ. അപ്പൊ നമ്മളെ ടൂർ നമുക്ക് സെറ്റാക്കാം. അടുത്ത മാസം തന്നെ സെറ്റാക്കാം. വേറെ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കണില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മുടെ ഈ പരിപാടിക്ക് വിളിച്ചത് നന്ദി. അപ്പോൾ ശരി.